യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് CCTV ബ്രാൻഡ്സുകളെ കുറിച്ചിട്ടൊരു കമ്പാരിസൺ ആണ്. എന്നെ അറിയാവുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏത് ബ്രാൻഡാണ്, കാരണം നമ്മുടെ കേരളത്തിൽ ഒത്തിരി ബ്രാൻഡ്സ് അവൈലബിൾ ആണ്, CCTVയുടെ ഒത്തിരി ബ്രാൻഡ് അവൈലബിൾ ആണ്. അപ്പം ഒരു വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിലും ഇൻസ്റ്റലേഷന് ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ ചെല്ലുമ്പോൾ അവരെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ ബ്രാൻഡിനും എടുത്തു പറയുകയാണ്, എല്ലാ ബ്രാൻഡിനും അതിൻ്റേതായ ക്വാളിറ്റിയും പെർഫോമൻസും ഉണ്ടാവും. എങ്കിൽ പോലും ഇന്ന് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മാന്യമായ കോമ്പറ്റീഷൻ നടക്കുന്ന, അതായത് ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്ന 3 ബ്രാൻഡുകളെ കുറിച്ചിട്ടാണ്. ഹൈക്ക്-വിഷൻ, CP+, ദഹുവ. ഇതിനകത്ത് ഇത് ഞാൻ പറയുന്ന ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരാൾ ഫസ്റ്റ് ഈ വിഷ്വൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്, കാരണം കസ്റ്റമറിൻ്റെ വ്യൂ ഓഫ് പോയിന്റിലാണ് ഞാനതിനെ കമ്പാരിസൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹൈക്ക്-വിഷനകത്ത് സംഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഹിക്ക്-വിഷനകത്ത് സംഭവിക്കുന്നത്, സ്ക്രീൻ എപ്പോഴും ബ്രൈറ്റ്നസ് ആയിരിക്കും, നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും ഹിക്ക്-വിഷൻ്റെ ക്യാമറകൾക്കെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അതിന് കളർ കുറവായിരിക്കും. ഹിക്ക്-വിഷൻ ബ്രൈറ്റ്നസ് കൂടുമ്പോൾ കളർ കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. കസ്റ്റമറെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു ബ്രൈറ്റ്നസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് CP+ൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാണ്. CP+ഉം ഒത്തിരി ആൾക്കാർ CP+നോട് കുറച്ച് കൂടുതൽ ആഗ്രഹം പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ CP+ ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം CP+ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CP+ കുറച്ച് കളർ സെൻസീവ് ആണ്. ഒരു എല്ലാ ഒബ്ജക്റ്റിനും കുറച്ച് കളർ കൂടുതലായിരിക്കും, അധികമായിരിക്കും. ഒരു നാച്ചുറൽ കളറിന് പുറമേ എക്സ്ട്രാ ഒരു കളർ കൂടെ ഉണ്ടായിരിക്കും. ഈ കളർ കൂടുന്നത് കൊണ്ട് തന്നെ ഈ CP+ൻ്റെ ക്യാമറകൾക്ക് കമ്പാരിറ്റീവ്ലി ബ്രൈറ്റ്നസ് വളരെ കുറവായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ദഹുവ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ്. ദഹുവ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു നാച്ചുറൽ കളർ ഉണ്ടാവും, അധികം ബ്രൈറ്റ്നസ് ഉണ്ടാകത്തില്ല, അധികം കളറും ഉണ്ടാകത്തില്ല, ഒരു നാച്ചുറൽ. അതായത് മീൻസ് നമ്മൾ ലൈവ് വ്യൂ കാണുന്നതും സ്ക്രീനിൽ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഹൈക്ക്-വിഷൻ ആണെങ്കിലോ, നമ്മൾ ലൈവ് കാണുന്നതിനേക്കാളും ഭയങ്കര ബ്രൈറ്റ്നസ് ആയിരിക്കും സ്ക്രീനിൽ കാണുന്നത്. CP+നാണെന്നുണ്ടെങ്കിൽ ലൈവ് കാണുന്നതിനേക്കാൾ കൂടുതൽ കളർ കാണാൻ പറ്റും സ്ക്രീനിൽ. പക്ഷേ കളർ കൂടുമ്പോൾ എന്ത് ചെയ്യും, പിക്ചറിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. ഇതാണ് നോർമലി നമുക്ക് ഇതിനകത്ത് കസ്റ്റമറിൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ നമുക്കിതിനെ നോർമലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് ടെക്നീഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ടെക്നീഷ്യൻസ് എന്താ ചെയ്യുന്നത്, ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, ഡേറ്റും ടൈമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക, കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ പറയുന്ന 3 ഫീച്ചേഴ്സും നമുക്ക് ക്യാമറയ്ക്കുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഹൈക്ക്-വിഷന് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, CP+നകത്തുള്ള കളർ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിക്കൊടുക്കാം. അതുപോലെ ദഹുവയ്ക്കും ഉള്ള ഈ ഒരു നാച്ചുറൽ കളറിനകത്തിന് ഇൻ കേസ് നമുക്ക് ബ്രൈറ്റ്നസോ കോൺട്രാസ്റ്റോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ എല്ലാ DVRനകത്തും ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കസ്റ്റമറിന് അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇനി ഇൻസ്റ്റലേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ 5 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് 5 ക്യാമറയ്ക്ക് നമ്മൾ കളർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ എങ്കിൽ പോലും 1-2 ക്യാമറയ്ക്കെങ്കിലും നമ്മൾ കളർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പം നമ്മളെപ്പോഴും ക്യാമറയുടെ റെസൊല്യൂഷനിൽ നമ്മൾ അഗ്രസീവായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമറിന് ഓപ്ഷൻ കൊടുക്കും, 1 MP ആണോ 2 MP ആണോ. ഇപ്പം 1 MP പൊതുവേ ഇല്ല എങ്കിൽ പോലും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 MP 5 MP നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യം, മെഗാപിക്സലിൻ്റെ കാര്യം പറഞ്ഞ് പിക്ചർ ക്വാളിറ്റി കൂടുതലാണെന്നൊക്കെ പറയുമെങ്കിലും കസ്റ്റമറിൻ്റെ മോണിറ്ററിനെ കുറിച്ചിട്ട് നമ്മൾ ആരും ഡിസ്കസ് ചെയ്യാറില്ല. കസ്റ്റമറിൻ്റെ അവിടെ ഇരിക്കുന്ന ഫുൾ HD ആണ് TV എങ്കിൽ, അല്ലെങ്കിൽ ഫുൾ HD മോണിറ്റർ ആണെങ്കിൽ കറക്റ്റായിട്ടും 2 MP ക്യാമറ ആയിരിക്കും അവർക്ക് ആപ്റ്റായിട്ട് വരിക. അവർക്ക് അനുയോജ്യമായ ക്യാമറ എന്ന് പറയുന്നത് 2 MP ആയിരിക്കും. കാരണം ഫുൾ HD നമുക്കറിയാം 1080p ആണ് ഫുൾ HD ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 5 MP ക്യാമറ വെക്കുമ്പോൾ TVയുടെ ക്വാളിറ്റി 2 MP ആണെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ HD ആണെങ്കിൽ ഒരിക്കലും 5 MP ക്വാളിറ്റി അവരുടെ TV-യിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ 5 MP ക്യാമറ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചില TV 720p ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അവിടെ നമ്മൾ 2 MP വെച്ചാലും ഒരിക്കലും 2 MP ഔട്ട്പുട്ട് കസ്റ്റമറിന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ കസ്റ്റമർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല.
അപ്പോൾ 5 മെഗാ പിക്സലും 2 മെഗാ പിക്സലും തമ്മിലാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ നടക്കുന്നത്. 5 മെഗാ പിക്സലൊക്കെ ആക്ച്വൽ ക്വാളിറ്റി കിട്ടണമെങ്കിൽ, ഞാൻ പറയുന്നത് ഏത് ബ്രാൻഡാണെങ്കിലും ആക്ച്വൽ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 4K TV ആയിരിക്കണം. അപ്പോൾ നമുക്കൊരിക്കലും നമ്മൾ CCTV വെക്കണു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അവരുടെ അടുത്ത് 4K TV മേടിക്കാൻ പറയാൻ പറ്റില്ല. അപ്പം കസ്റ്റമറിൻ്റെ മോണിറ്ററിങ് കപ്പാസിറ്റി, ആ ഒരു ഇതും കൂടെ നമ്മൾ പരിഗണനയിൽ എടുത്താൽ മാത്രമേ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യമാണ്. പല ഇൻസ്റ്റലേഷനിലും കണ്ടിട്ടുണ്ട്. 5 മെഗാ പിക്സൽ വെക്കുന്നിടത്തും 15.5 ഇഞ്ചിൻ്റെ VGA മോണിറ്റർ അല്ലെങ്കിൽ HDMI മോണിറ്റർ കൊടുക്കുക. അതൊക്കെ 720pക്ക് താഴെ ആയിരിക്കും റെസൊല്യൂഷൻ, അല്ലെങ്കിൽ മാക്സിമം 720p ആയിരിക്കും. അതായത് നമ്മൾ 5 മെഗാ പിക്സൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് അതിൻ്റെ ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന TV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുന്നത് 1 മെഗാ പിക്സലേ വരുന്നുള്ളൂ. അപ്പം കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കസ്റ്റമറിന് കിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ സജഷൻ പറയണം, മൊബൈൽ വ്യൂ ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേ, കമ്പ്യൂട്ടർ വ്യൂ ആയിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേ. അപ്പോൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കുക. കസ്റ്റമറിന് സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ മോണിറ്ററിങ് കപ്പാസിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകും. അതിലൂടെ നിങ്ങൾക്ക് റെഫറൻസും കിട്ടും. അപ്പോൾ ബ്രാൻഡിൻ്റെ കമ്പാരിസൺ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ ബ്രാൻഡിനകത്തും എല്ലാ ഫീച്ചറും ഉണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും പറ്റും, കളർ കൂട്ടി കൊടുക്കാനും പറ്റും. എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് ക്യാമറ സെറ്റിങ്സിനകത്ത് കൃത്യമായി ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാ ബ്രാൻഡിനും അതിൻ്റേതായ ക്വാളിറ്റിയും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കസ്റ്റമറിന് കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ കസ്റ്റമർ കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും മറ്റു വീഡിയോകളിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.